Hello everyone, welcome back to MLT Academy. സോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് സെഷൻ വിൽ ബി എ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ് ഓൺ ഈച്ച് ടോപ്പിക്. അതിനുശേഷം ആ ക്ലാസ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള MCQs അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഡിസ്കഷനാണ് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് PSC എക്സാമോടുകൂടി നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വളരെ ഡെപ്തായിട്ട് ആയിരുന്നു അതിൽ ചോദിച്ചിരുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാം. സോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് തിയറി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC ആസ്പിരൻസിനും അതേപോലെ MLT സ്റ്റുഡൻസിനും ഈക്വലി യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു തിയറി ക്ലാസ് ആയിരിക്കും ആദ്യം നമ്മൾ ഇടുന്നത്. അതിനുശേഷം അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ടോപ്പിക് ഫ്രം ഹിസ്റ്റോപത്തോളജി. ഫൈനൽ ഇയർ BSc MLT സിലബസിൽ വരുന്ന ഒരു സെഷനാണ് ഹിസ്റ്റോപത്തോളജി. ആൻഡ് അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഹിസ്റ്റോപത്തോളജിക്കൽ ടെക്നിക്കാണ് ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി. സോ ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആൻഡ് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾസ്, ദ വേരിയസ് മെത്തേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി ആൻഡ് ഓൾസോ ഹൗ ദ പ്രൊസീജിയർ ഇസ് പെർഫോംഡ് ഇൻ ദ ലാബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ IHCയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ഓൺ ടു IHCയുടെ ഡീറ്റെയിൽഡ് തിയറിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ ചില ബേസിക്സ് അറിഞ്ഞിരിക്കണം. വാട്ട് ഡസ് ദ വേർഡ് IHC മീൻസ്, വേർ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബേസിക്കലി ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത് രണ്ട് ടേംസിൽ നിന്നാണ്, ഇമ്മ്യൂണോളജി ആൻഡ് ഹിസ്റ്റോകെമിസ്ട്രി. എന്താണ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ? ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ സ്റ്റഡിങ് അബൌട്ട് ഇമ്മ്യൂണിറ്റി ഓർ ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഒരു ആൻറ്റിജൻ നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് കോൾഡ് എസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നമുക്കറിയാം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഫൈനലി ആൻറ്റിബോഡി, ഈ ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ആ ആൻറ്റിജൻസിനെ നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഇസ് ഹിസ്റ്റോകെമിസ്ട്രി? ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് എന്നാണ് അർത്ഥം. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. സോ ടിഷ്യൂസിനകത്തുള്ള അല്ലെങ്കിൽ സെൽസിനകത്തുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റി പഠിക്കുക, വെദർ ഇറ്റ് ക്യാൻ ബി എ പ്രോട്ടീൻ, ആൻറ്റിജൻസ്, എൻസൈംസ്, എനിത്തിങ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയെയാണ് നമ്മൾ ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടിഷ്യൂസിലടങ്ങുന്ന ആൻറ്റിജൻസിനെ അല്ലെങ്കിൽ ടിഷ്യൂസിലടങ്ങുന്ന പ്രോട്ടീൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇമ്മ്യൂണോളജി അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് വി ആർ യൂസിങ് ആൻറ്റിബോഡീസ്. ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ആൻറ്റിബോഡി പോയി ബൗണ്ട് ചെയ്തിട്ടുള്ള ആൻറ്റിജൻസിനെ നമ്മൾ മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് വിഷ്വലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു ടേം തന്നെയാണ് ഇമ്മ്യൂണോ സൈറ്റോകെമിസ്ട്രി. അവിടെ നമ്മൾ ടിഷ്യൂസ് അല്ല, അതായത് ടിഷ്യൂ സെക്ഷൻസ് അല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് സൈറ്റോളജിക്കൽ പ്രിപ്പറേഷൻസ് ആണ്, സൈറ്റോസ്മിയേഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് എംപ്ലോയ് ചെയ്യുന്ന ടെക്നിക്സ് എല്ലാം സെയിം തന്നെയാണ്. ആ സെൽസിനകത്തുള്ള ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇമ്മ്യൂണോസൈറ്റോകെമിസ്ട്രി. ബാക്കിയുള്ളത് റെസ്റ്റ് ഓഫ് ദ സെയിം പ്രൊസീജിയേഴ്സ് ആയാലും അതുപോലെ തന്നെ മെത്തേഡ്സ് ആയാലും എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, സോ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ദ വേർഡ് ഇമ്മ്യൂണോ മീൻസ് ആൻറ്റിബോഡി, ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ, ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിക്കൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി. അതിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷനെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ആൻറ്റിജനെ ടിഷ്യൂസിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എൻ ആൻറ്റിജൻ? എനി ഫോറിൻ മെറ്റീരിയൽ that may enter the body and triggers the mechanism of immune response, thus inducing the production of antibodies. സോ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഫോറിൻ മെറ്റീരിയൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൻറ്റിബോഡീസ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് എസ് എൻ ആൻറ്റിജൻ. സോ ഒരു ആൻറ്റിജൻ്റെ മുകളിൽ ഒരുപാട് ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഉണ്ടാകും, ഓർ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ് ഗ്രൂപ്പ്സ് വിച്ച് ആർ ഓൾസോ കോൾഡ് എസ് എപ്പിറ്റോപ്സ്. അതായത് ഈ ആൻറ്റിബോഡി ഫോർമേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ്റെ പാർട്ടിനെയാണ് നമ്മൾ എപ്പിറ്റോപ്പ് എന്ന് പറയുന്നത്. സോ എപ്പിറ്റോപ്പ് ഈസ് ബേസിക്കലി ദി ആൻറ്റിബോഡി ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ആൻറ്റിബോഡിയുടെ മുകളിൽ പോയി ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിജൻ്റെ സൈറ്റിനെയാണ് എപ്പിറ്റോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആൻറ്റിജനിക് എപ്പിറ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ വെരി സ്മോൾ അമിനോ ആസിഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ മോണോസാക്രൈഡ് യൂണിറ്റ്സ് കൂടി ചേർന്നതാണ് ഒരു എപ്പിറ്റോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആൻറ്റിജന് ഒരുപാട് ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ എപ്പിറ്റോപ്സ് ഉണ്ടാകും. സോ ഈ എപ്പിറ്റോപ്പ് പോയി ബൈൻഡ് ചെയ്യുന്നത് ആൻറ്റിബോഡിയുടെ ഏത് പോർഷനിലാണോ അതിനെയാണ് നമ്മൾ പാരാടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻറ്റിജൻ്റെ
മുകളിലുള്ളത് എപ്പിടോപ്പും ആൻറ്റിബോഡിയുടെ മുകളിലുള്ളത് പാരാടോപ്പും. ഇത് രണ്ടും കൂടിയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ സമയത്ത് യുണൈറ്റ് ചെയ്യുന്നത്. സോ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. ആൻഡ് ദേ ബിലോങ് ടു എ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസിൽ വരുന്നതാണ് ബേസിക്കലി ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് 5 ക്ലാസ് ആണുള്ളത്. IgA, IgD, IgE, IgM ആൻഡ് IgG. ഇങ്ങനെ 5 ക്ലാസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണുള്ളത്. ബട്ട് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി നമ്മൾ ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് IgG ആൻറ്റിബോഡീസ്. സോ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി IgG ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IgG ആൻറ്റിബോഡി ഒരു മോണോമറായിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് 2 ലൈറ്റ് ചെയിൻസും 2 ഹെവി ചെയിൻസും ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് വഴി ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇറ്റ് yields എ വൈ ഷേപ്ഡ് സ്ട്രക്ചർ. ആൻഡ് അതിൻ്റെ ടെർമിനൽ പോർഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ആൻറ്റിജനിക് എപ്പിടോപ്പ് പോയി ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിബോഡിയുടെ പാർട്ട്, ദാറ്റ് ഇസ് എ പാരാടോപ്പ്, അവിടെ നമ്മൾ വേരിയബിൾ സീക്വൻസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ആ ഭാഗങ്ങളിൽ മാത്രം അമിനോ ആസിഡ് സീക്വൻസ് വാരി ചെയ്യും. ഓരോ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള സ്പെസിഫിസിറ്റി അനുസരിച്ചിട്ട് അവിടെയുള്ള അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ് വാരി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിന് വേരിയബിൾ റീജൻ അല്ലെങ്കിൽ വേരിയബിൾ ഡൊമെയിൻ എന്നൊക്കെ പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ആൻറ്റിബോഡീസ്. എന്താണ് ബേസിക്കലി ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? സോ നമ്മൾ പറഞ്ഞു ടിഷ്യൂസിലുള്ള ആൻറ്റിജനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സെൽസിലുള്ള ആൻറ്റിജൻസിനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻറ്റിബോഡി അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഈ ആൻറ്റിബോഡി ഈ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി വിഷ്വലൈസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ആൻറ്റിബോഡി പോയി ഡയറക്റ്റ്ലി ആ ടിഷ്യൂസിൽ പോയി ബൈൻഡ് ചെയ്താൽ നമുക്കൊരിക്കലും അതിനെ ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല. ബിക്കോസ് ആൻറ്റിബോഡീനെ നമ്മൾ എന്തെങ്കിലും ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു ട്രേസ് മോളിക്യൂൾ റിപ്പോർട്ടർ മോളിക്യൂൾ വെച്ചിട്ട് ആൻറ്റിബോഡീനെ കോൺജുഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ലേബൽ എന്ന് പറയുന്നത്. സോ ആൻറ്റിബോഡീസ് ഷുഡ് ബി ലേബിൾഡ്. ഐദർ നമുക്ക് പ്രൈമറി ആൻറ്റിബോഡി ലേബൽ ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി ആൻറ്റിബോഡി ലേബൽ ചെയ്യാം. ഈ ലേബലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻ്റ് ഡൈസ് ഉപയോഗിക്കുന്നുണ്ട്, കൊളോയിഡൽ മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗോൾഡ് പോലെ കൊളോയിഡൽ ഗോൾഡ് കോൺജുഗേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഹാപ്റ്റൻസ് അതായത് ബയോട്ടിൻ പോലെയുള്ള ഹാപ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് വെരി കോമൺലി എൻസൈംസ് ആർ ഓൾസോ യൂസ്ഡ് ആസ് എ ലേബൽ. ഓക്കെ, സോ ഒരു നോർമൽ ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രിയുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രൊസീജിയറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടിഷ്യൂ സെക്ഷൻസിലുള്ള ആൻറ്റിജൻ അതിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. പ്രൈമറി ആൻറ്റിബോഡി ഇവിടെ വയലറ്റ് കളറിലാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് അൺലേബിൾഡ് ആണ്. അവിടെ ഒരു എൻസൈമോ ഒരു ഫ്ലൂറസെൻ്റ് ഡൈസോ ഒന്നും ലേബൽ ചെയ്തിട്ടില്ല. ആ പ്രൈമറി ആൻറ്റിബോഡിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആൻറ്റിബോഡി, അത് എൻസൈം കോൺജുഗേറ്റഡ് ആണ്. എൻസൈം കോൺജുഗേറ്റഡ് സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. ദെൻ ആ എൻസൈമിന്, ഏത് എൻസൈമാണോ ആ ഒരു ആൻറ്റിബോഡിയായിട്ട് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്, ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ എൻസൈം അവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ട്രേറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഒരു എൻഡ് പ്രോഡക്റ്റ്, ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വിഷ്വലൈസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി. സോ ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി എന്തെല്ലാം ടിഷ്യൂസിൽ നമുക്ക് പെർഫോം ചെയ്യാം? വെരി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് FFPE ആണ്. വാട്ട് ഇസ് FFPE? ഇറ്റ് മീൻസ് ഫോർമലിൻ ഫിക്സ്ഡ് പാരഫിൻ എംബഡഡ് സെക്ഷൻസ്. ദെൻ ഫ്രോസൺ സെക്ഷൻസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. സ്മിയേഴ്സ് യൂസ് ചെയ്യാം, ഇംപ്രിൻറ്റ്സ് യൂസ് ചെയ്യാം, സൈറ്റോസ്പിൻസ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആൻറ്റിജൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജൻറ്റ് ഇൻ IHC എന്ന് പറയുന്നത് ആൻറ്റിബോഡീസ് തന്നെയാണ്. ഓരോ ആൻറ്റിജൻസിനും ഓരോ ആൻറ്റിബോഡീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആൻറ്റിബോഡീസ് ഇസ് ദ പൈവറ്റൽ റിയേജൻ വിച്ച് ഇസ് കോമൺ ഫോർ ഓൾ IHC ടെക്നിക് ആൻഡ് ദേ ഇമ്പാർട്ട് സ്പെസിഫിസിറ്റി. നമുക്ക് ഏത് ആൻറ്റിജനെയാണോ നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടത് ആ ആൻറ്റിബോഡി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ബേസിക്കലി ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 തരം ആൻറ്റിബോഡീസ് ഉണ്ട്. ഒന്ന് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. എന്താണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ? പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യേണ്ടത് ഏത് ആൻറ്റിബോഡീസ് ആണോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഒരു ആനിമലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ആനിമലിനെ ഇമ്മ്യൂണൈസ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ആനിമൽ ആ ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് മൗണ്ട് ചെയ്യുകയും അവരുടെ ബോഡിയിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ആനിമലിനെ ബ്ലീഡ് ചെയ്തതിന് ശേഷം അവരുടെ ആൻറ്റിബോഡി റിച്ച് സിറം നമ്മൾ കളക്ട് ചെയ്യുന്നു. സോ വിൽ ഗെറ്റ് ന്യൂമറസ് ക്ലോൺസ് ഓഫ് പ്ലാസ്മ സെൽ. ഈ പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ആൻറ്റിജൻ്റെ ഡിഫറെൻറ്റ് എപ്പിടോപ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്
അവരും ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹെട്രോജീനിയസ് മിക്സ്ചർ ഓഫ് ആൻറ്റിബോഡീസ് ആയിരിക്കും. അതായത് എല്ലാ എപ്പിറ്റോപ്സിനും ആ ആൻറ്റിജൻ്റെ മുകളിലുള്ള ഡിഫറെൻറ്റ് ആൻറ്റിജനിക് എപ്പിറ്റോപ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ബി സെൽ ക്ലോൺസ് ആക്ടിവേറ്റഡ് ആവുകയും അങ്ങനെ ഹെട്രോജിനസ് മിക്സ്ചർ ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പോളിക്ലോണൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഡിഫറെൻറ്റ് ക്ലോൺസ് ഓഫ് ബി സെൽസ് ആണ് അവിടെ ആക്ടിവേറ്റഡ് ആകുന്നത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. പക്ഷേ ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്? മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് ഹൈബ്രിഡോമ ടെക്നോളജി വഴി ആണ് നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു സിംഗിൾ ആൻറ്റിജനിക് എപ്പിറ്റോപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡിറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിംഗിൾ ബി സെൽ ക്ലോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോമോജീനസ് പോപ്പുലേഷൻ ഓഫ് ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് അത്രയും സ്പെസിഫിക് ആയിരിക്കും ഫോർ എ സിംഗിൾ ആൻറ്റിജനിക് എപ്പിറ്റോപ്പ്. ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആൻറ്റിബോഡി റിയേജൻസിനെ കുറിച്ച് പറയാനുള്ളത്. നൗ നമ്മൾ പറഞ്ഞു ഈ ആൻറ്റിബോഡീനെ ഡയറക്റ്റ്ലി നമ്മൾ ആൻറ്റിജനെ കണ്ടുപിടിക്കുന്ന ആൻറ്റിജനെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ലേബിൾ നമ്മളതിനെ കോൺജുഗേറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു ലേബിൾ വെച്ച് നമ്മൾ ആൻറ്റിബോഡീനെ കോൺജുഗേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ലേബിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലൂറസെൻറ്റ് ഡൈസ്, എൻസൈംസ്, റേഡിയോ ആക്റ്റീവ് ലേബിൾസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് വെരി കോമൺലി IHCയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എൻസൈംസ് ആണ്. ഓക്കെ, എൻസൈംസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എ ലേബിൾ ഇൻ IHC. അപ്പോൾ എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രോമജൻ കൂടി വെച്ച് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആ ക്രോമജൻ ആ എൻസൈമിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ആ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആ എൻസൈമിൻ്റെ പ്രസൻസിൽ ഒരു കളേർഡ് എൻഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ആ എൻഡ് പ്രോഡക്റ്റിനെ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ വിച്ച് ഓൾ എൻസൈംസ് ആർ യൂസ്ഡ് ഇൻ IHC? ഫസ്റ്റ് വൺ ഇസ് ഹോസ് റാഡിഷ് പെറോക്സിഡേസ്, HRP എന്ന് പറയും. ഹോസ് റാഡിഷ് പെറോക്സിഡേസ് അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻസൈം തന്നെയാണ് HRP. പെറോക്സിഡേസ്, ആൻറ്റി പെറോക്സിഡേസ് മെത്തേഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, PAP മെത്തേഡിലൊക്കെ യൂസ് ചെയ്യുന്നത് HRP ആണ്. ആൻഡ് അതിന് ഉപയോഗിക്കുന്ന ക്രോമോജൻസ് ഏതൊക്കെയാണ് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3,3-ഡയമൈനോ ബെൻസിഡിൻ, DAB. HRPയുടെ കോമൺ ക്രോമോജൻ ആണ് DAB. ഡാർക്ക് ബ്രൗൺ എൻഡ് പ്രോഡക്റ്റ് ആണ് DAB യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദെൻ 3-amino-9-ethyl കാർബസോൾ, റെഡ് കളേർഡ് എൻഡ് പ്രോഡക്റ്റ് ആണ്. 4-chloro-1-naphthol, 4CN എന്ന് പറയും, ബ്ലൂ കളേർഡ് എൻഡ് പ്രോഡക്റ്റ് ആണ്. ഹാങ്കർ യേറ്റ്സ് റിയേജൻറ്റ്, ആ പേര് നോട്ട് ചെയ്യുക. ഇറ്റ്സ് ഓൾസോ എ ക്രോമോജൻ ഫോർ HRP, ഡാർക്ക് ബ്ലൂ എൻഡ് പ്രോഡക്റ്റ് ആണ്. ആൽഫ-നാഫ്തോൾ പൈറോണിൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് വിച്ച് ഇസ് ഹാവിങ് എ റെഡ് പർപ്പിൾ കളർ. ഓക്കെ, ഇതല്ലാതെ HRP അല്ലാതെ വേറൊരു എൻസൈമായിട്ട് വരുന്നതാണ് കാഫ് ഇൻറ്റസ്റ്റൈനൽ ആൽക്കലൈൻ ഫോസ്ഫറ്റീസ്. അവിടെ യൂസ് ചെയ്യുന്ന ക്രോമോജൻ എന്ന് പറയുമ്പോൾ ന്യൂഫക്സിൽ ഹാവിങ് റെഡ് കളർ, ഫാസ്റ്റ് റെഡ് ഓൾസോ റെഡ് കളർ, ഫാസ്റ്റ് ബ്ലൂ വിത്ത് ബ്ലൂ കളേർഡ് എൻഡ് പ്രോഡക്റ്റ്, ഫാസ്റ്റ് ഗാർനറ്റ് GBC, നൈട്രോ ബ്ലൂ ടെട്രാസോളിയം വിത്ത് ബ്ലൂ എൻഡ് പ്രോഡക്റ്റ്, 5-bromo-4-chloro-3-indoxyl phosphate or BCIP which is also having a blue colored end product. Now bacterial derived beta-D galactosidase is also used as an enzyme. അവിടെ ഇൻഡിഗോജനിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ ടെർക്യൂസ് ബ്ലൂ റിയാക്ഷൻ എൻഡ് പ്രോഡക്റ്റ്. ദെൻ ഗ്ലൂക്കോസ് ഓക്സിഡേസും ചില കേസിൽ യൂസ് ചെയ്യാറുണ്ട്. നാവി ബ്ലൂ റിയാക്ഷൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇനി ലേബിളായിട്ട് നമ്മൾ എൻസൈം അല്ലാതെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു കൊളോയിഡൽ മെറ്റൽ ലേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. കോമൺലി ഉപയോഗിക്കുന്നത് കൊളോയിഡൽ ഗോൾഡ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെറ്റൽ ട്രേസർ ഇൻ യൂസ്. പക്ഷേ കൊളോയിഡൽ ഗോൾഡ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഗോൾഡ് കോൺജുഗേറ്റ്സ് പിങ്ക് കളറായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ ആ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് കോൺജുഗേറ്റ്സിൻ്റെ ആ ഒരു വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിൽവർ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് കൂടി ഒരു അഡീഷണൽ ലെയറായിട്ട് നമ്മൾ കൊളോയിഡൽ ഗോൾഡ് മെത്തേഡിൽ ചെയ്യാറുണ്ട്. അത് ആ മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഫ്ലൂറസെൻറ്റ് ലേബിൾസിലേക്ക് പറയുകയാണെങ്കിൽ ആൻറ്റിബോഡീസിനെ നമ്മൾ ഫ്ലൂറസെൻറ്റ് ഡൈസ് വെച്ചിട്ടാണ് ലേബിൾ ചെയ്യുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോമൺ ഫ്ലൂറസെൻറ്റ് ഡൈസ് വിച്ച് ആർ യൂസ്ഡ് ഇൻക്ലൂഡ് FITC ആൻഡ് റൊഡാമിൻ B. FITCക്ക് ആപ്പിൾ ഗ്രീൻ കളറാണ്, റൊഡാമിൻ B ഈസ് ഹാവിങ് ആൻ ഓറഞ്ച് കളർ. ദെൻ റേഡിയോ ലേബിൾസും വരാറുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ റേഡിയോ ലേബിൾസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡിഫറെൻറ്റ് ലേബിൾസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ IHC. നൗ IHCയുടെ ഒരു ജനറലൈസ്ഡ് പ്രോട്ടോക്കോൾ പറയാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് IHC നമ്മൾ കേൾക്കാത്ത ചില കാര്യങ്ങൾ കൂടി IHC പ്രോട്ടോക്കോളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടിഷ്യൂ സെക്ഷൻസ് നമ്മൾ
ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് ദ ബ്ലോക്കിംഗ് ഓഫ് എൻഡോജിനസ് പെറോക്സിഡേസ്. അത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് IHC പ്രോട്ടോകോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ബ്ലോക്കിംഗ് എൻഡോജിനസ് പെറോക്സിഡേസ്, ദെൻ ബ്ലോക്കിംഗ് നോൺ സ്പെസിഫിക് ആൻറ്റിബോഡി ബൈൻഡിങ്, ആൻറ്റിജൻ റിട്രീവൽ, ആപ്ലിക്കേഷൻ ഓഫ് പ്രൈമറി ആൻറ്റിബോഡി, ദെൻ അപ്ലൈയിങ് സെക്കൻഡറി ആൻറ്റിബോഡി, അപ്ലൈയിങ് ക്രോമോജൻ, പിന്നെ ക്രോമോജൻ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ചില കിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രോമോജൻ എൻഹാൻസർ റിയേജൻറ്റ്, പിന്നെ കൗണ്ടർ സ്റ്റെയിനിങ്, മൗണ്ടിങ് ആൻഡ് ഫൈനലി മൈക്രോസ്കോപ്പി. സോ ഇതാണ് IHC ഒരു ഓവറോൾ പ്രോട്ടോകോൾ. ഓക്കെ, സോ എന്തെല്ലാം ടെക്നിക്സ് ആണ് IHC നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതായത് IHC നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കിറ്റ്സ് ആണ്. ഓരോ കിറ്റ്സും എംപ്ലോയ് ചെയ്യുന്നത് ഓരോരോ മെത്തേഡ്സ് ആണ്. ചില കിറ്റ്സ് പാപ്പ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതുണ്ട്, ചില കിറ്റ്സ് അവിഡിൻ ബയോട്ടിൻ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വിൽ ഡിസ്കസ് ഈച്ച് ആൻഡ് എവറി പ്രിൻസിപ്പിൾ. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ എന്തെല്ലാം മെത്തേഡ്സ് ആണ് എംപ്ലോയ് ചെയ്യുന്നത് ഓവറോൾ പറയുകയാണെങ്കിൽ ദർ ഇസ് ഡയറക്റ്റ് മെത്തേഡ്, 2 സ്റ്റെപ്പ് ഇൻഡയറക്റ്റ് മെത്തേഡ്, പെറോക്സിഡേസ് ആൻറ്റി പെറോക്സിഡേസ് മെത്തേഡ്, അതിനെ പാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആൻറ്റി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് മെത്തേഡ് ഓർ എപാപ്പ് മെത്തേഡ്, AVIDIN BIOTIN COMPLEX or ABC method, labeled streptavidin biotin method or LSAB method, polymer 3-step method, polymer 2-step method, CSA method, catalyzed signal amplification method, FTCSA method, fluorescein tyramide catalyzed signal amplification method, immunogold silver staining technique, rolling circle amplification or RCA, mirror image complementary antibody labeling technique or MICA. So these are the different techniques which are used in immunohistochemistry. So ഇതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ദ ഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൻ്റെ കേസിൽ ഇവിടെ പ്രൈമറി ആൻറ്റിബോഡി തന്നെ ലേബിൾഡ് ആണ്. ഓക്കെ, ദറ്റ് ലേബിൾ ക്യാൻ ബി എ ഫ്ലൂറോക്രോം ലേബിൾ അല്ലെങ്കിൽ ഒരു എൻസൈം ലേബിൾ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻസൈം ലേബിളാണ്. അപ്പോൾ ഈ ലേബിൾഡ് ആൻറ്റിബോഡി ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എൻസൈം ടാഗ്ഡ് ആണെങ്കിൽ ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രോമോജൻ സബ്സ്ട്രേറ്റിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എൻസൈമിൻ്റെ പ്രസൻസിൽ ആ സബ്സ്ട്രേറ്റ് ഒരു കളേർഡ് എൻ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ആ എൻ പ്രോഡക്റ്റിനെ നമ്മൾ ഡയറക്റ്റ്ലി വിഷ്വലൈസ് ചെയ്യുന്നു. സോ ഒരൊറ്റ ആൻറ്റിബോഡിയുടെ ആവശ്യമേ ഇവിടെ വരുന്നുള്ളൂ, പ്രൈമറി ആൻറ്റിബോഡി മാത്രം. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു യൂസ് വൺ ആപ്ലിക്കേഷൻ ഓഫ് റിയേജൻറ്റ് അല്ലേ. പ്രൈമറി ആൻറ്റിബോഡി മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റിയേജൻറ്റ് വൈസ്. പിന്നെ ആ ആൻറ്റിബോഡിയിൽ ഏത് എൻസൈമാണോ ടാഗ് ചെയ്തിരിക്കുന്നത് ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രോമോജൻ ആണ് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത്. 2 ആൻറ്റിബോഡീസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് ആയിട്ടുള്ളത് 2-step ഇൻഡയറക്റ്റ് ടെക്നിക്കാണ്. സോ ഡയറക്റ്റ് മെത്തേഡിൽ ഒരു ആൻറ്റിബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ 2 ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രൈമറി ആൻറ്റിബോഡി എന്ന് പറയുന്നത് എന്താണ്? അൺകോൺജുഗേറ്റഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാർഗറ്റ് ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമറി ആൻറ്റിബോഡി ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി അൺകോൺജുഗേറ്റഡ്. എന്നിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അടുത്ത ആൻറ്റിബോഡി, ഓക്കെ, സെക്കൻഡറി ആൻറ്റിബോഡി, അതായിരിക്കും എന്തുമായിട്ട് ടാഗ് ചെയ്തിരിക്കുന്നത്? എൻസൈമോ ആയിട്ട് ലേബിൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമോജനിക് സബ്സ്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് അവിടെ ഫോം ചെയ്യുന്ന കളറിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഡയറക്റ്റ് മെത്തേഡ് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 2 സ്റ്റെപ്പാണ്. ആദ്യം നമ്മളൊരു പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യും. ആ സെക്കൻഡറി ആൻറ്റിബോഡി ആയിരിക്കും ലേബിൾഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി. ഓക്കെ, now the most important method, peroxidase anti-peroxidase method or the PAP method. ഇവിടെ നമ്മൾ ആദ്യം ഒരു പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു, അത് അൺലേബിൾഡ് ആയിരിക്കും. അതിനുശേഷം സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. ഈ സെക്കൻഡറി ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡറി ആൻറ്റിബോഡിയുടെ 2 റീജിയൻസ് നിങ്ങൾക്ക് കാണാം. പ്രൈമറി ആൻറ്റിബോഡിയുടെയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കോംപ്ലക്സിൻ്റെയും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇത് സെക്കൻഡറി ആൻറ്റിബോഡിനെ ഇവിടെ നമുക്ക് ലിങ്ക് ആൻറ്റിബോഡി അല്ലെങ്കിൽ ബ്രിഡ്ജ് ആൻറ്റിബോഡി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പിന്നെ അതിനുശേഷം സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ PAP എന്ന് പറയുന്ന റിയേജൻ്റാണ് ആഡ് ചെയ്യുന്നത്. പെറോക്സിഡേസും ആൻറ്റി പെറോക്സിഡേസും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ആ റിയേജൻ്റ് എന്ന് പറയുന്നത്. അതായത് HRP ഹോസ്റ്റ് റാഡിഷ് പെറോക്സിഡേസ് ആൻറ്റിജനും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള HRP ആൻറ്റിബോഡീസും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സ്, അതിനെയാണ് നമ്മൾ പാപ്പ് റിയേജൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാപ്പ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ ഈ കോംപ്ലക്സ് ആണ് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം
പെറോക്സിഡേസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രോമജൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. പെറോക്സിഡേസിന് സ്പെസിഫിക് ആയിട്ടുള്ള കോമൺ ക്രോമജൻ എന്ന് പറയുന്നത് DAB തന്നെയാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കറിയാം പെറോക്സിഡേസ് എന്ന് പറയുന്നത് കോമൺലി നമ്മുടെ ബ്ലഡിലും അല്ലെങ്കിൽ ബോൺ മാരോയിൽ, ബ്ലഡ് സെൽസിലും അതുപോലെ തന്നെ ബോൺ മാരോയിൽ കാണുന്ന ചില സെൽസിലൊക്കെ നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ക്രോസ് റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ എൻഡോജിനസ് പെറോക്സിഡേസ് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസിൽ നമ്മൾ ഈ മെത്തേഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ആഡ് ചെയ്യുന്ന ക്രോമോജൻ എന്ന് പറയുന്നത്, DAB എന്ന് പറയുന്ന ക്രോമോജൻ എന്ന് പറയുന്നത് പെറോക്സിഡേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. സോ ഓൾറെഡി ടിഷ്യൂവിനകത്ത് പെറോക്സിഡേസ് ഉണ്ടെങ്കിൽ ഈ റിയാക്ഷനൊന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ്ലി അത് പോയിട്ട് ആ പെറോക്സിഡേസുമായിട്ട് റിയാക്ട് ചെയ്യും. സോ എൻഡോജിനസ് പെറോക്സിഡേസ് പ്രസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസിൽ ഒരിക്കലും നമ്മൾ PAP മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ PAP മെത്തേഡ്. PAP ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് APAP മെത്തേഡ്, അതായത് APAP മെത്തേഡ്. അവിടെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ആൻറ്റി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പാപ്പിന് പകരം ഇവിടെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് യൂസ് ചെയ്യുന്നു. സോ HRP എന്ന് പറയുന്ന എൻസൈമിനെ മാറ്റി നിർത്തിയിട്ട് ALP ആണ് വന്നിരിക്കുന്നത്. സോ ALPക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമജൻ ആണ് നമ്മളിവിടെ അടുത്ത ലെയറായിട്ട് ആഡ് ചെയ്യേണ്ടത്. അതായത് BCIP അല്ലെങ്കിൽ നാഫ്തോൾ ഫാസ്ട്രൈഡ് ഓർ NBT, നൈട്രോ ബ്ലൂ ടെട്രാസോളിയം പോലെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സിമിലർ ടു PAP മെത്തേഡ്, ആദ്യം ടിഷ്യൂസിലുള്ള ആൻറ്റിജനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു സെക്കൻഡറി ആൻറ്റിബോഡി അത് ലിങ്ക് ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. അതിനുശേഷം APAP റിയേജൻറ്റ്, അതായത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസും ആൻറ്റി ആൽക്കലൈൻ ഫോസ്ഫറ്റേസിൻ്റെ ഒരു കോംപ്ലക്സ്, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് റിയാക്ഷനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. സോ PAP മെത്തേഡിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻഡോജിനസ് പെറോക്സിഡേസ് പ്രസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ അങ്ങനെ ഒരു ക്രോസ് റിയാക്ഷൻ വരാനുള്ള സാധ്യതയില്ല. സോ ബോൺ മാരോയിലും പെരിഫറൽ സ്മിയേഴ്സിലൊക്കെ APAP മെത്തേഡ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് AVIDIN BIOTIN COMPLEX TECHNIQUE ഓർ ABC മെത്തേഡ്. സോ ഇവിടെ എന്താണ് ബേസിക്കലി ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിഡിൻ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീന് ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിനോടുള്ള ആ ഒരു അട്രാക്ഷൻ, ആ ഒരു അഫിനിറ്റി, അതിനെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ബേസിക്കലി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അവിഡിൻ എന്ന് പറയുന്നത് എഗ് വൈറ്റിൽ കാണുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീനാണ്. ആൻഡ് ഈ ഗ്ലൈക്കോപ്രോട്ടീൻ ഒരു ടെട്രാമെറിക് അല്ലെങ്കിൽ ഒരു ടെട്രാ വാലൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. അതിന് 4 ബയോട്ടിൻ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. ആൻഡ് ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ലൈഡിനകത്തുള്ള ആൻറ്റിജനെ ആദ്യം നമ്മൾ പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ഒന്നുമായിട്ട് ലേബിൾ ചെയ്യാത്ത പ്രൈമറി ആൻറ്റിബോഡി. അതിനുശേഷം ബയോട്ടിനിലേറ്റഡ് സെക്കൻഡറി ആൻറ്റിബോഡി, എൻസൈം ലേബിൾഡ് അല്ല, പക്ഷെ ബയോട്ടിൻ വെച്ച് ലേബിൾ ചെയ്തിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. സോ നമുക്കറിയാം ബയോട്ടിൻ എന്ന് പറയുമ്പോൾ അത് എന്തിന് സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ എന്തുമായിട്ട് കൂടുതൽ റിയാക്ട് ചെയ്യുന്നതാണ്, അവിഡിനുമായിട്ട് ഭയങ്കര അഫിനിറ്റി ഉള്ള ഒരു കാര്യമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. സോ ഇതിന് ശേഷം നമ്മൾ അവിഡിൻ ബയോട്ടിൻ എൻസൈമിൻ്റെ ഒരു കോംപ്ലക്സ്, അതിനെയാണ് ABC റിയേജൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിഡിൻ, ബയോട്ടിൻ ആൻഡ് HRP എൻസൈം, ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു കോംപ്ലക്സ്, ദാറ്റ് ഈസ് ദി ABC റിയേജൻ്റ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഫ്രീ അവിഡിൻ സൈറ്റുമായിട്ട് ഈ ബയോട്ടിനേറ്റഡ് സെക്കൻഡറി ആൻറ്റിബോഡിയിലുള്ള ബയോട്ടിൻ പോയി റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പം അവിടെ ആ ഒരു കോംപ്ലക്സ് സ്ട്രോങ് ആയിട്ട് ആ സെക്കൻഡറി ആൻറ്റിബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോംപ്ലക്സിലുള്ള, അതായത് ABC എന്ന് പറയുന്ന കോംപ്ലക്സിൽ എന്തുണ്ട്, HRP എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. സോ HRPക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ്, ക്രോമോജനിക് സബ്സ്ട്രേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. DAB തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കളേർഡ് റിയാക്ഷനെ മൈക്രോസ്കോപ്പിൽ വിഷ്വലൈസ് ചെയ്യുന്നു. ഇതാണ് അവിഡിൻ ബയോട്ടിൻ കോംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നോർമലി നമ്മളുടെ ചില ടിഷ്യൂസിൽ, ലൈക്ക് ലിവർ പോലെയുള്ള ടിഷ്യൂസിൽ ഒരുപാട് എമൗണ്ട് ഓഫ് എൻഡോജിനസ് ബയോട്ടിൻ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ അവിഡിൻ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീന് കൂടുതലാണ്. ഐസോഇലക്ട്രിക് പോയിന്റ് ഇസ് വെരി ഹൈ, ഒരു 10 ഒക്കെയാണ് അതിന് ഐസോഇലക്ട്രിക് പോയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസുമായിട്ട് അത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ന്യൂക്ലിക് ആസിഡ്സ് പോലെയുള്ള മോളിക്യൂളായിട്ട് അത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിഡിൻ യൂസ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ
അവിഡിൻ ഗ്ലൈക്കോസിലേറ്റഡ് ആയതുകൊണ്ട് ലെക്റ്റിൻ പോലെയുള്ള മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടിഷ്യൂസിനകത്തുള്ള ആൻറ്റിജനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. അത് ലേബിൾഡ് ഒന്നുമല്ല. അതിനുശേഷം ബയോട്ടിൻ എന്ന് പറയുന്നത് ഈ ഗ്രേ കളറിൽ കാണുന്ന ആ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് ബയോട്ടിൻ ഇവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. സോ ബയോട്ടിൻ ലേബിൾ ചെയ്തിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. അതിനുശേഷം തൊട്ട് മുകളിലുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് അവിഡിൻ ബയോട്ടിൻ കോംപ്ലക്സ് ആണ്. അതാണ് നമ്മൾ ABC റിയേജൻറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവിഡിനും വയലറ്റ് കളറിലുള്ളതാണ് അവിഡിന് 4 ബയോട്ടിൻ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. അതുപോലെ അതിന് ലിങ്ക് ചെയ്തിരിക്കുന്നത് എൻസൈമാണ്, HRP എൻസൈമാണ് റെഡ് കളറിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ കോംപ്ലക്സിലുള്ള ഫ്രീ സൈറ്റ് അവിഡിനുള്ള ഫ്രീ സൈറ്റ് ആൻറ്റിബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബയോട്ടിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു വലിയൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പിന്നെ ഈ കോംപ്ലക്സിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് എൻസൈമാണോ ടാഗ് ചെയ്തിരിക്കുന്നത് ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമജൻ യൂസ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. ദിസ് ഈസ് അബൌട്ട് ദി ABC മെത്തേഡ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ലേബിൾഡ് സ്ട്രെപ്റ്റാവിഡിൻ ബയോട്ടിൻ ടെക്നിക്. സോ സ്ട്രെപ്റ്റാവിഡിനും നമ്മുടെ അവിഡിൻ പോലെ തന്നെ, സ്ട്രെപ്റ്റാവിഡിൻ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോമൈസിസ് അവിഡിനി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. സോ ഇതിനും നമ്മുടെ അവിഡിൻ പോലെ തന്നെ 4 ബയോട്ടിൻ മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് വിത്ത് ഹൈ അഫിനിറ്റി. പക്ഷേ അവിഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ട്രെപ്റ്റാവിഡിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇത് നോൺ ഗ്ലൈക്കോസിലേറ്റഡ് ആണ്. സ്ട്രെപ്റ്റാവിഡിൻ ഇസ് നോൺ ഗ്ലൈക്കോസിലേറ്റഡ്. അതുകൊണ്ട് തന്നെ ലെക്റ്റിൻ പോലെയുള്ള മോളിക്യൂൾസായിട്ട് ഒരിക്കലും ക്രോസ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇതിന് ന്യൂട്രൽ ഐസോ ഇലക്ട്രിക് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ബൈൻഡിങ്ങിനുള്ള സാധ്യതയും വരുന്നില്ല. അതായത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒരിക്കലും ഉണ്ടാവില്ല. സോ LSAB മെത്തേഡ് ഇസ് വെരി സുപ്പീരിയർ കമ്പയർഡ് ടു ABC ടെക്നിക്. ഓക്കെ, 10 times മോർ സെൻസിറ്റീവ് ആണ് ABCനേക്കാളും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിനിങ്ങും ഒന്നും LSAB മെത്തേഡിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടിഷ്യൂസിനകത്തുള്ള ആൻറ്റിജൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ബയോട്ടിൻലേറ്റഡ് സെക്കൻഡറി ആൻറ്റിബോഡി, പിന്നെ സ്ട്രെപ്റ്റാവിഡിൻ HRP കോംപ്ലക്സ്. ഓക്കെ, സോ ഈ സ്ട്രെപ്റ്റാവിഡിൻ്റെ ഫ്രീ സൈറ്റിൽ പോയിട്ട് ബയോട്ടിനേറ്റഡ് ആൻറ്റിബോഡിയിലുള്ള ബയോട്ടിൻ പോയിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമ്മൾ HRPക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമോജനിക് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്തിട്ട് റിയാക്ഷനെ വിഷ്വലൈസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ LSAB IHC മെത്തേഡ്. പിന്നെ വരുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് പോളിമർ ബേസ്ഡ് മെത്തേഡാണ്. പോളിമർ ബേസ്ഡ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ എൻഡോജിനസ് ബയോട്ടിൻ്റെ പ്രസൻസ് കാരണം ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻസ് വരാൻ തുടങ്ങിയതോടുകൂടി ABC മെത്തേഡ് ആൻഡ് LSAB മെത്തേഡൊക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ട് മാറി. സോ അതിൻ്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു പോളിമർ ബേസ്ഡ് മെത്തേഡ്. ഇത് നമുക്ക് 2 സ്റ്റെപ്പ് മെത്തേഡായിട്ടും ചെയ്യാം, 1 സ്റ്റെപ്പ് ടെക്നിക്കായിട്ടും ചെയ്യാം. 2 സ്റ്റെപ്പ് മെത്തേഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു ലാർജ് ഡെക്സ്ട്രാൻ ബാക്ക് ബോൺ ആണ്. ആ ഡെക്സ്ട്രാൻ ബാക്ക് ബോണുമായിട്ട് നമ്മൾ ആൻറ്റിബോഡീസിനെയും എൻസൈമിനെയും അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 2 സ്റ്റെപ്പ് മെത്തേഡ് ആണെങ്കിൽ, 2 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം 2 ആൻറ്റിബോഡീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാകും. ആദ്യം ഒരു പ്രൈമറി ആൻറ്റിബോഡി, പിന്നെ ഒരു സെക്കൻഡറി ആൻറ്റിബോഡി. സോ 2 സ്റ്റെപ്പ് മെത്തേഡിൻ്റെ കേസിലാണെങ്കിൽ സെക്കൻഡറി ആൻറ്റിബോഡീസ് ആയിരിക്കും ഈ ഡെക്സ്ട്രാൻ ബാക്ക് ബോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് 1 സ്റ്റെപ്പ് ടെക്നിക് ആണെങ്കിൽ വിച്ച് ഇസ് കോമൺലി റെഫേർഡ് ടു ആസ് EPOS, അതായത് എൻഹാൻസ്ഡ് പോളിമർ 1 സ്റ്റെപ്പ് സ്റ്റെയിനിങ് ടെക്നിക്, EPOS മെത്തേഡ്. ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. കാരണം ഇവിടെ പ്രൈമറി ആൻറ്റിബോഡീനെ തന്നെ നമ്മൾ ഈ ഡെക്സ്ട്രാൻ ബാക്ക് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പ്രൈമറി ആൻറ്റിബോഡീസ് ആൻഡ് എൻസൈം മോളിക്യൂൾ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻറ്റിജനിൽ അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിബോഡി ലേബിൾ ചെയ്തിട്ടുള്ള ഈ ഡെക്സ്ട്രാൻ കോമ്പൗണ്ടിനെ അപ്ലൈ ചെയ്യുന്നു ആൻഡ് വി ആർ വിഷ്വലൈസിങ് ദ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് വെരി സെൻസിറ്റീവ് മെത്തേഡ്. അതാണ് EPOS ടെക്നിക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് EPOS മെത്തേഡാണ്. അതായത് ടിഷ്യൂസിൻ്റെ മുകളിലുള്ള ആൻറ്റിജൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി ആൻറ്റിബോഡി വിച്ച് ഇസ് ലിങ്ക് ടു ദ ഡെക്സ്ട്രാൻ ബാക്ക്ഗ്രൗണ്ട് അതാണ് നമ്മൾ അറ്റാച്ച് ചെയ്തത്. സോ പ്രൈമറി ആൻറ്റിബോഡി തന്നെ ഡെക്സ്ട്രാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് EPOS മെത്തേഡിലാണ്. സോ അവിടെ ഒരു സിംഗിൾ റീജനിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പോളിമർ 2 സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു പ്രൈമറി ആൻറ്റിബോഡി അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം സെക്കൻഡറി ആൻറ്റിബോഡി ആണ് ഈ ഒരു ഡെക്സ്ട്രാൻ ബാക്ക് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഏത് എൻസൈമാണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ എൻസൈമിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമോജനിക് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിയാക്ഷനെ വിഷ്വലൈസ് ചെയ്യാം.
So that is about the polymer based method. Now the next method എന്ന് പറയുന്നത് CSA മെത്തേഡ് ആണ്, അതായത് കാറ്റലൈസ്ഡ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. ഈ മെത്തേഡിനെ തന്നെ വേറെ രണ്ട് പേരും കൂടെ പറയും, TSA, അതായത് ടൈറമൈഡ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. ബിക്കോസ് ഇവിടെ നമ്മൾ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടൈറമൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ദെൻ ഓൾസോ കാറ്റലൈസ്ഡ് റിപ്പോർട്ടർ ഡെപ്പോസിഷൻ, ദാറ്റ് ഇസ് കാർഡ്. സോ ഇങ്ങനെ രണ്ട് പേരും കൂടി CSA മെത്തേഡിനുണ്ട്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടൈറമൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിനെ HRP എന്ന് പറയുന്ന എൻസൈമിന് കാറ്റലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിയാക്റ്റീവ് മോളിക്യൂളിനെ ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഇവിടെ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ടൈറമൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഈ ടൈറമൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിന് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഫീനോൾ ഗ്രൂപ്പ് ഉണ്ടാകും. സോ HRP എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈറമൈഡിൻ്റെ ഈ ഫീനോൾ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ടൈറമൈഡിനെ റിയാക്റ്റീവ് ആയിട്ടുള്ള ടൈറമൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഹൈലി റിയാക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ടൈറമൈഡിനെ നമുക്ക് ലേബൽ ചെയ്യാം, അതായത് ബയോട്ടിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ഡൈസ് യൂസ് ചെയ്തിട്ടോ ഈ ടൈറമൈഡ് മോളിക്യൂളിനെ നമുക്ക് ലേബൽ ചെയ്യാം. എന്നതിന് ശേഷം ഈ ലേബൽ ചെയ്തിട്ടുള്ള, സപ്പോസ് ഇവിടെ നമുക്ക് കോമൺലി ഉപയോഗിക്കുന്നത് ബയോട്ടിനേറ്റഡ് ടൈറമൈഡാണ്. സോ ബയോട്ടിനേറ്റഡ് ഇനാക്റ്റീവ് ടൈറമൈഡിനെ HRP ഇൻ ദ പ്രസൻസ് ഓഫ് H2O2 എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ബയോട്ടിനേറ്റഡ് അല്ലെങ്കിൽ റിയാക്റ്റീവ് ബയോട്ടിനേറ്റഡ് ടൈറമൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ടൈറമൈഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻറ്റിജൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ, സോ ടൈറോസിൻ റെസിഡ്യൂസുമായിട്ട് ഈ റിയാക്റ്റീവ് ടൈറമൈഡ് മോളിക്യൂൾ പോയിട്ട് കോവാലൻ്റ്ലി ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് പിന്നെ ഇത് ബയോട്ടിനേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ ബയോട്ടിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലെയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ബയോട്ടിൻ ലേബൽ ആയതുകൊണ്ട് തന്നെ സ്ട്രെപ്റ്റാവിഡിൻ പെറോക്സിഡേസ് ആഡ് ചെയ്യുക, അതിനുശേഷം പിന്നെ ഒരു ക്രോമജൻ മോളിക്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ വിഷ്വലൈസ് ചെയ്യാം. സോ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും, ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിജൻ ഓഫ് ഇൻട്രസ്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു, അതൊന്നുമായിട്ട് ലേബൽ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ലേബിൾഡ് വിത്ത് ഹോസ് റാഡിഷ് പെറോക്സിഡേസ്. ഓക്കെ, ആൻഡ് ഈ ഹോസ് റാഡിഷ് പെറോക്സിഡേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താ ചെയ്യുന്നത്, ഹാപ്റ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബയോട്ടിൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്ലൂറസെൻ്റ് ഡൈസും യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബയോട്ടിൻ പറയാം. സോ ബയോട്ടിൻ ലേബൽ ചെയ്തിട്ടുള്ള ഇനാക്റ്റീവ് ടൈറമൈഡിനെ ഈ HRP എന്ത് ചെയ്യുന്നു, ഒരു റിയാക്റ്റീവ് ബയോട്ടിനിലേറ്റഡ് ടൈറമൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് റിയാക്റ്റീവ് ടൈറമൈഡ് പ്രോട്ടീൻ ടൈറോസിൻ സൈഡ് ചെയിൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു. സോ ഇവിടെ ബയോട്ടിൻ ലേബിൾഡ് ആണ് ഈ ടൈറമൈഡ്. ഓക്കെ, സോ ബയോട്ടിനെ നമുക്ക് കണ്ടുപിടിക്കണം, നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിഡിൻ അല്ലെങ്കിൽ സ്ട്രെപ്റ്റാവിഡിൻ യൂസ് ചെയ്താൽ മതി. സോ സ്ട്രെപ്റ്റാവിഡിൻ പെറോക്സിഡേസ് ഒരു അഡീഷണൽ ലെയർ കൊടുക്കുന്നു. പിന്നെ ആ പെറോക്സിഡേസിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമജൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. അതാണ് കാറ്റലൈസ്ഡ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ FTCSA മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം, ബിക്കോസ് ബയോട്ടിൻ എന്ന് പറയുന്ന ലേബലാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ബയോട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു അല്ലേ, എൻഡോജിനസ് ബയോട്ടിൻ കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബയോട്ടിൻ ഫ്രീ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്നുള്ള രീതിയിലായിരുന്നു FTCSA മെത്തേഡ്, അതായത് ഫ്ലൂറസെൻറ്റ് ഡൈസ് യൂസ് ചെയ്തിട്ട് ടൈറമൈഡിനെ ലേബൽ ചെയ്യുക. അതാണ് ഫ്ലൂറസിൽ ടൈറമൈഡ് CSA മെത്തേഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ബയോട്ടിനിൽ ടൈറമൈഡിന് പകരം നമ്മളിവിടെ ഫ്ലൂറസിൽ ടൈറമൈഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, നേരത്തെ ബയോട്ടിനിലേറ്റഡ് ആയിട്ടുള്ള റിയാക്റ്റീവ് ടൈറമൈഡ് ഡെപ്പോസിറ്റഡ് ആയതുപോലെ ഇവിടെ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ടൈറമൈഡ് പോയിട്ട് ആ പ്രോട്ടീൻ ടൈറോസിൻ സൈഡ് ചെയിൻസിൽ ഡെപ്പോസിറ്റഡ് ആകുന്നു. എന്നിട്ട് നമുക്ക് അതിന് എന്ത് യൂസ് ചെയ്താൽ മതി, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് അബൌട്ട് ദി FTCSA മെത്തേഡ്. നൗ ഇമ്മ്യൂണോഗോൾഡ് സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്, അതായത് IGSS. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളോയിഡൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ലേബലാണ്, ആൻറ്റിബോഡീനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, സോ പിക്ചർ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ടിഷ്യൂ സെക്ഷനിലുള്ള ആൻറ്റിജൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറി ആൻറ്റിബോഡി വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം റാബിറ്റ് അത് അപ്ലൈ ചെയ്തു. ആൻഡ് അതിനുശേഷം ഒരു സെക്കൻഡറി ആൻറ്റിബോഡി വിച്ച് ഇസ് ലേബിൾഡ് വിത്ത് കൊളോയിഡൽ ഗോൾഡ് പാർട്ടിക്കിൾ വെച്ച് ലേബൽ ചെയ്തിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡി അപ്ലൈ ചെയ്തു. പക്ഷേ ഗോൾഡ് പാർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കൊളോയിഡൽ ഗോൾഡ് പിങ്ക് കളറായിട്ടാണ് അപ്പിയർ ചെയ്യുക. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ലെയർ എന്നുള്ള രീതിയിൽ ഒരു സിൽവർ
precipitation മെത്തേഡ് കൂടി നമുക്ക് അഡീഷണലി പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ റിയാക്ഷനെ വിഷ്വലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദി ഇമ്മ്യൂണോഗോൾഡ് സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്. Now the next method is rolling circle amplification or RCA. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ന്യൂക്ലിക് ആസിഡ് ഡിറ്റക്ഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡ് ആയിരുന്നു. പക്ഷേ ആൻറ്റിജനുമായിട്ട് ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആൻറ്റിബോഡീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് RCA ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ബേസിക്കലി ഇതൊരു എൻസൈമാറ്റിക് പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ടാർഗറ്റ് ആൻറ്റിജനെ ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബോഡി ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്നത് കാണാം, പ്രൈമറി ആൻറ്റിബോഡി. എന്നതിന് ശേഷം ആ പ്രൈമറി ആൻറ്റിബോഡിയുടെ ഒരു എൻഡിൽ ഒരു പ്രൈമറിനെ, ഒരു DNA പ്രൈമറിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രൈമറിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ DNA ടെംപ്ലേറ്റ്, അതായത് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് സർക്കുലർ DNA ടെംപ്ലേറ്റ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ സർക്കുലർ DNA ടെംപ്ലേറ്റ് അലോങ് വിത്ത് ദ പ്രസൻസ് ഓഫ് DNA പോളിമറേസ് എൻസൈം, ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് DNA പോളിമറേസ് എൻസൈം. അതിൻ്റെ പ്രസൻസിൽ നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള DNA പ്രൈമറിനെ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ലോങ് സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഈ DNA എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതെന്ന് പറയുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നിട്ടുള്ള സൈറ്റാണ് അല്ലേ. സോ DNA നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു ബൈ യൂസിങ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൈമർ വിച്ച് ഇസ് ലേബിൾഡ് വിത്ത് എൻ എൻസൈം. ഒരു എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ് യൂസ് ചെയ്തിട്ട്, എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ് യൂസ് ചെയ്തിട്ട് ആ DNA, ആ ലോങ് ആയിട്ടുള്ള DNA നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എവിടെയാണോ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നത് എന്ന് ഇൻഡയറക്റ്റ്ലി കണ്ടുപിടിക്കുന്നു. ഇതാണ് റോളിംഗ് സർക്കിൾ ആംപ്ലിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the last method is mirror image complementary antibody labeling technique or MICA. So mirror image method എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മ്യൂച്വലി അട്രാക്റ്റീവ് ആയിട്ടുള്ള പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആണ്. അതായത് ഒന്നിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്ന് എന്നുള്ള രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് പരസ്പരം ആൻറ്റിജനും ആൻറ്റിബോഡിയുമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻറ്റിബോഡീസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഇവരൊരു ലാർജ് കോംപ്ലക്സ്, ആ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നിട്ടുള്ള സൈറ്റിൽ ഒരു ലാർജ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ ആൻറ്റിജനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് രീതിയിൽ ഒരുപാട് 10-fold ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ടൈംസ് നമുക്ക് ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വഴി പറ്റുന്നുണ്ട്. സോ എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാർഗറ്റ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആൻറ്റിബോഡി ആദ്യത്തെ ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് മൗസ് ആൻറ്റി ഹ്യൂമൻ ആൻറ്റിബോഡി. അതായത് ഹ്യൂമൻ ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് മൗസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡി, ദാറ്റ് ഈസ് മൗസ് ആൻറ്റി ഹ്യൂമൻ ആൻറ്റിബോഡി ഫസ്റ്റ് ലെയർ. അതിനുശേഷം ഈ മൗസ് ആൻറ്റിബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഷീപ്പ് പ്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിബോഡി, ദാറ്റ് ഇസ് ഷീപ്പ് ആൻറ്റി മൗസ് ആൻറ്റിബോഡി സെക്കൻഡ് ലെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് ലെയർ ആയിട്ട് ഷീപ്പ് ആൻറ്റിബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡോങ്കി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റിബോഡി, അതിനെ നമ്മൾ പെറോക്സിഡേസ് കൂടി ലേബൽ ചെയ്തിട്ട് തേർഡ് ലെയർ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് പെറോക്സിഡേസ് കോൺജുഗേറ്റഡ് ഡോങ്കി ആൻറ്റി ഷീപ്പ് ആൻറ്റിബോഡി തേർഡ് ലെയർ. ആ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഡോങ്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഷീപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡി, ദാറ്റ് ഇസ് ഷീപ്പ് ആൻറ്റി ഡോങ്കി ആൻറ്റിബോഡി ഫോർത്ത് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ ആൻറ്റിബോഡീസും എന്ന് പറയുന്നത് പരസ്പരം ആൻറ്റിജൻ ആൻറ്റിബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പെറോക്സിഡേസ് കൂടി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെറോക്സിഡേസ് മോളിക്യൂളിനെ ഈ ഒരു കോംപ്ലക്സിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഈ പെറോക്സിഡേസിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്രോമജൻ, DAB ക്രോമജൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ABC മെത്തേഡിനേക്കാളും 60 times മോർ സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ദ മെത്തേഡ് ഇസ് കോൾഡ് എസ് MICA ഓർ മിറർ ഇമേജ് കോംപ്ലിമെൻ്ററി ആൻറ്റിബോഡി ലേബലിംഗ് ടെക്നിക്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ IHCയുടെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പാർട്ട്, അതായത് IHCയുടെ പ്രോട്ടോക്കോളും പിന്നെ ഓരോ സ്റ്റെപ്പിലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ, അതുപോലെ IHCയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് IHC. താങ്ക് യു.